ഈ യാത്ര പറച്ചിലിന് ഒരു കവിതയുടെ താളമുണ്ടെന്ന് തോന്നുന്നില്ല ദേവൻ. ഇവിടെ ഈ വേദിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പുറത്ത് നിസ്സംഗരായ ആൾക്കൂട്ടത്തിന് എന്താണ് ഞാൻ സമ്മാനിക്കേണ്ടത്? എഴുതിവെച്ച അക്ഷരങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമിടയിൽ എനിക്കിനി ഒരിക്കലും സഞ്ചരിക്കാനാവില്ല. ഒരിക്കലും. അങ്ങ് ദൂരെ ശലഭങ്ങൾക്കൊരു താഴ്വാരമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ തനിച്ചാക്കി അമ്മ മാത്രം പോയതെന്തിനാ? ഇവിടെ എല്ലാ മുഖങ്ങൾക്കും ഒരു നിറം മാത്രം, ഒരേ രൂപവും, കൂട്ടാവുന്ന ഘടികാര ശബ്ദവും കടന്ന് ഞാൻ വരുന്നു. ഞാൻ ഏത് ബുക്കാണത്? ഇത് പരിണാമം നടന്ന അൺഫിറ്റായ കുറച്ച് ജീവികളുടെ ആൽബമാണ്. കുറേ മണ്ടന്മാരും മണ്ടികളും. ഓ, ആത്മഹത്യക്കാരായിരിക്കും. അവന്മാരെ അവളുമാരെ ഒക്കെ മുക്കാലി കെട്ടിയിട്ട് അടിക്കണം. ചാലഞ്ചസ് ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിന് എന്താണ് ഒരു ത്രിൽ? അല്ല, നീ എന്തിനാ ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്? ദുരുദ്ദേശം വല്ലതും ഉണ്ടോടാ? ഓടാ അവിടുന്ന്. വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് ജീവിതത്തിൽ 2 ഉറച്ച തീരുമാനങ്ങളേ ഉള്ളൂ. 1, ആരെയും വഞ്ചിക്കില്ല. 2, എന്തു തന്നെ സംഭവിച്ചാലും ആത്മഹത്യ ചെയ്യില്ല. പിന്നെന്തിനാ നീ ഇതൊക്കെ? എടാ, ഒരു ഷോർട്ട് ഫിലിം ചെയ്താലോ എന്നൊരാലോചന. അയ്യേ, അത് മഹാ ബോറാവും. എടാ അബു, ഒരു സെൻട്രൽ തീം, ഒരു നല്ല കഥ, പിന്നെ അതിന് മേമ്പടി പോലെ ഇതൊക്കെ ചേർത്താൽ ഒരുപക്ഷേ. മഴയുടെ ലക്ഷണം ഉണ്ടോടാ? ഒരു തണുപ്പും കാറ്റും. നിന്റെ 6th സെൻസ് അവാരം തന്നെടാ. ഉടനെ ഉണ്ടാവും. വാ പോവാം. ഒരു മഴ, ഈ പെരുമഴയെ ഉള്ളിലൊതുക്കി നീങ്ങുന്ന കാർമേഘം പോലെ ദേവദാസ്, നമ്മുടെ ദേവൻ.
ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, സുഹൃത്തുക്കളെ, നമ്മുടെ ഓംപ്രകാശിന്റെ പാഠകം ഇത് ആരംഭിക്കുകയായി. അതാ നമ്മുടെ ഓംപ്രകാശ്. ഗുരുകാരുണ്യ ലക്ഷ്മീ നിയോഗൽ. എന്താ ഒരു കള്ളനോട്ടം? സുഗ്രീവാ, വാലൊക്കെ ചുറ്റിയുള്ള ഇരിപ്പേ പറയേണ്ടത് ആവശ്യമുള്ള പോവാൻ. കുട്ടിവാൻഡന്മാർക്ക് എന്താ ഉത്സാഹം! ആ കള്ള ചിരി കണ്ടുവോ? ബുദ്ധി ഒട്ടുമില്ല പറഞ്ഞു കേട്ടോ. അത്യാവശ്യം ബുദ്ധിദാനം കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇല്ലേ, പലവിധ ദാനങ്ങളുണ്ടേ. അന്നദാനം, വസ്ത്രദാനം, കന്യകാദാനം. കന്യകാദാനം പറഞ്ഞപ്പോ എന്താ ഒരു ചിരി! തിടുക്കാൻ വേണ്ടാട്ടുവോ? തിടുക്കേ വേണ്ട, ചിരിച്ചു വാങ്ങി കാര്യം നടന്നാവും. വേണ്ടാട്ടുവോ? സുഗ്രീവനൊരു കൂസലും ഇല്ല. കുട്ടിവാൻഡന്മാര് അധികം ഉണ്ടായിട്ടും അയാളെന്നെ മതി. എന്താ പറയാൻ കാരണം? കാര്യണ്ടേ. എന്തായിരിക്കണ ഇരിപ്പ്? കഥവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. തന്നോടല്ലാന്ന് അനേകം കഷ്ടി തലമാരൊക്കെ ഉണ്ടല്ലോ. എടോ, അയാള് തൊപ്പി വെച്ചിരിക്കണ എന്തിനാവോ? ബുദ്ധി ഒട്ടുമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇല്ലേ? മറക്കണ്ടാന്ന്. അതുകൊണ്ട് ബുദ്ധിദാന നിപുണ. ഇയാള് മതി. എടോ, എത്ര കാലായടോ തന്നെ കണ്ടിട്ട്? റിലാക്സ് ദേവൻ, താൻ എന്തിനാ തളരുന്നേ? ഈ സംഭവിച്ചതൊന്നും തന്റെ തെറ്റുകൊണ്ടല്ല, ആണോ? മറ്റുള്ളവർ പലതും പറഞ്ഞെന്ന് വരും. അതിനൊന്നും ചെവി കൊടുക്കണ്ട. ജീവിതം ഒരു ലൈഫ് ലോങ് മാച്ചായിരിക്കണം. എന്താ, ഇടയ്ക്കിടയ്ക്ക് പരാജയമുണ്ടാവും, സാരമില്ല. ചാലഞ്ചസ് ഇല്ലാത്ത ജീവിതത്തിന് എന്തു ത്രില്ലാടോ? ചിയർ അപ്പ്, ഗോ ആൻഡ് ഫൈറ്റ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നുവരെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞു കിടന്ന ഒരു മരതക മുത്തിനെ ഞാനിതാ പൊക്കിയെടുത്തിരിക്കുന്നു. നമ്മുടെ ഇടയിൽ ഒരു ലിയനാർഡോ ഡാവിഞ്ചി. തള്ളേ, ഇത് കൊള്ളാമല്ലേ? ധാരവാണ് നമ്മുടെ മോണലിസയല്ലേ? അയ്യേ, ഇത് മോണാലിസയൊന്നുമല്ല. പിന്നെ ഇത് നമ്മുടെ ലിസിയല്ലേ? ലിസി, ദേടി നിന്റെ പടം. ആരാ എന്റെ പടം വരച്ചേ? മറ്റാരുമല്ല, നമ്മുടെ ദേവദാസ്. ആര്? നമ്മുടെ സ്വന്തം ദേവദാസ്. പെർമിഷൻ ഇല്ലാതെ എന്റെ പടം വരയ്ക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ മമ്മൂഞ്ഞ്? ഇതെന്തൊരു ബഹളാണ്! ഒരു അസോസിയേഷൻ ഉദ്ഘാടനാന്നൊക്കെ മനസ്സിലായി, പക്ഷെ ബഹളം വെക്കലിനും വേണ്ട ഒരു എസ്തെറ്റിക്സ് ഒക്കെ. കഴിഞ്ഞ പൊക്കോ. ദേവദാസ്, സോറി ട്ടോ.
ദേവാ, ലൈബ്രറിയിലേക്കല്ലേ? ഞാനും ഉണ്ട്. ദേവാ, എനിക്ക് ആ ചിത്രങ്ങൾ ഒന്നുകൂടി കാണണം. ഞങ്ങളൊരു വോൾ മാഗസിൻ ഇറക്കുന്നുണ്ട്. ദേവന്റെ ചിത്രങ്ങൾ ഞങ്ങൾക്ക് വേണം. പറ്റില്ല എന്ന് പറയരുത്. എന്താ, തരില്ലേ? ഏയ് ദേവാ, ദേവ, താൻ എത്ര മനോഹരമായി വരയ്ക്കുന്നു. കോമ്പറ്റീഷൻസിന് പങ്കെടുത്തിരുന്നെങ്കിൽ നമ്മുടെ കോളേജിന് എത്ര പോയിന്റ്സ് കൂടിയേനെ. ഇത്തവണ ഓഫ് സ്റ്റേജ് ഐറ്റംസിനായിരുന്നു സ്കോർ തീരെ കുറവ്. മത്സരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. നമ്മുടെ കോളേജിന് വേണ്ടിയല്ലേ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടി. ഹായ്. ഇത്രയ്ക്ക് വേണ്ടാട്ടോ. നല്ല പണി, നല്ല പണി. നല്ല രസമായിരുന്നു. ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല രസമായിരുന്നു. ഏയ് ദേവാ, ആ 1 minute please. ഞങ്ങൾ ക്യാൻറ്റീനിൽ. ഓക്കേടാ. ഒരു കാര്യം പറയട്ടെ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ ലിസി? ഞാൻ പോവാട്ടോ. എവിടേക്ക്? എനിക്ക് JNUവിൽ അഡ്മിഷൻ കിട്ടി ദേവാ. കിട്ടില്ല എന്നാ കരുതിയെ. അപ്പൊ ഇവിടം വിട്ടു പോവേ? എനിക്ക് പ്രിയപ്പെട്ടത് ഒന്നേ ഉള്ളൂ ദേവാ, അതെന്റെ ലൈഫാ. അപ്പൊ അച്ഛനെ അമ്മയും വിട്ടു പോവാണോ? എനിക്കിഷ്ടമുള്ള നേടാൻ ആര് വിട്ടുപോവാൻ എനിക്ക് മടിയില്ല. ഈ ക്യാമ്പസ് നിന്റെ നിശ്വാസമാണെന്ന്. Come on, അത് പണ്ടല്ലേ. Now I have better things at hand. ഓക്കെ ദേവദാസ്, കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കണം കേട്ടോ. ബൈ, ടേക്ക് കെയർ.
നിങ്ങളുടെ മകൻ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരിക്കാം. ഇത് നോക്കൂ. പക്ഷേ ദേവൻ വളരെ നല്ലൊരു കുട്ടിയാണ്. ഒരുപാട് കാലിബർ അവനുണ്ട്. ഇത് നോക്കണം സാർ. കണ്ട പെമ്പിള്ളേരുടെയൊക്കെ കണ്ണുമൂക്ക് മരക്കില്ല അവന്റെ പണി. പഠിത്തത്തിലൊരു താല്പര്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ കൊള്ളരുതായ്മയാ. അല്ല, അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? വീട്ടിലേക്കാൾ കൂടുതൽ സമയം ക്യാമ്പസിലല്ലേ സാർ? അവനെ നശിപ്പിക്കുന്നത് നിങ്ങൾ അധ്യാപകർ മാത്രമാണ്. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോകുന്നു. എക്സ്ക്യൂസ് മീ, ഈ ബുക്ക് കൂടി കൊണ്ടുപോകൂ. ഹി മേ മിസ് ഇറ്റ്. നിർത്തണ എന്റെ കൊഴലൂത്ത്. മനുഷ്യന്റെ സ്വൈര്യം കെടുത്താനുണ്ടായ സന്തതി വീട്ടിൽ വന്നാൽ ഒരു സ്വസ്ഥയില്ലാൻ ചെന്ത് ചെയ്യും. ഇനി നീ ഇത് വായിക്കണ്ട. No, Daddy! No! No! Please! ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ എത്തിയില്ലേ? ഓ, ഇത് നമ്മുടെ സ്ഥിരം പണിയല്ലേ. ആ. എന്താ ഈ വഴിയൊക്കെ? അല്ല, പ്രശാന്ത് എവിടെയുണ്ടോ? വിളിച്ചപ്പോ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. പ്രശാന്ത്! എന്താ സാർ? ആ, തമ്പി സാർ വിളിക്കുന്നു. മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ സാർ? ഇയാളെ താൻ സാറിന്റെ കൂടെ ഒന്ന് പോയിട്ട് വാ. വേഗം വരണം. ഉടനെ വിട്ട കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക്സ്. വേഗം വരണേ. ദേവദാസിന്റെ അച്ഛൻ വന്നിരുന്നു. അവൻ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടും ഇതൊന്നും അറിയാത്ത കഷ്ടം തന്നെ. ക്യാമ്പിന് പോയ കാരണം ഞാൻ കണ്ടിട്ട് കുറേ സാർ. ആ, ഷിൻറ്റോ, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ക്ലാസ്സില്ലേ? താനും കൂടി വാ, നമുക്ക് വേഗം വരാം. അത് നല്ല ഐഡിയ സാർ, നമുക്ക് അങ്ങനെ ചെയ്യാം. ശരി, പോകാം. ദേവാ, ദേവാ, എന്റെ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ടല്ലോ. ദേവ്, ഇവനിവിടെ ഇല്ലേ? ഒന്നുകൂടി തട്ടി നോക്കൂ. ഇന്ന് ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? ദേവാ, എന്തു പറ്റി ദേവാ?
ഡ്രസ് മാറ്റി വരൂ, നമുക്കേ ഒരു സ്ഥലം വരെ പോയി വരാം. സാർ ഞാൻ എടാ ഞങ്ങൾക്ക് നിന്റെ ഒരു സഹായം വേണം. ഈ ഡ്രസ്സ് മാറ്, നിന്റെ മൂഡ് ഓഫ് ഒക്കെ ഞങ്ങൾ മാറ്റി തരാം. എടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പോലെ. കയറോ? എടാ വിവരം കെട്ടവനെ, ഇത്രയ്ക്ക് എന്ത് തന്നെയാണ് പറ. ഞങ്ങളോ ഞങ്ങൾക്ക് വേണം. എന്താ അത്ര താമസം? വരുന്നില്ലേ? വേദനിക്കുന്നവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്താൻ കഴിയുമ്പോഴാണ് ദേവൻ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അത് വലിച്ചെറിയാൻ എളുപ്പമാണ്, പക്ഷേ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ നിന്ന് കളഞ്ഞത്? വരൂ. ആ, ഇതാണോ സാറ് പറഞ്ഞ കലാകാരൻ? ആ അതെ. ഈശ്വര, ഒരു നിമിഷത്തെ ചാപല്യത്തിൽ ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ വേദനകൾക്ക് മുന്നിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരം. ഇല്ല, എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, അർത്ഥമുണ്ട്. ദേവൻ, എന്താ ഇത്? ഇതെപ്പടി ഇരിക്കടാ? അടിപൊളി ഇടിവെട്ട് സാധനം. ഡാ അബു, ഇത് കലക്കും. ഒരു വിഷമേ ഉള്ളൂ, ഇത് ഫിലിമായാലും
നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ വിഷമം വേണ്ട, ഞാനതെപ്പോഴേ പടമാക്കി ഷൂട്ട് ചെയ്ത് റിലീസും ചെയ്തു. പക്ഷേ നിറങ്ങളില്ലാന്ന് മാത്രം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോലുമല്ല, ഫുൾ ബ്ലാക്കിൽ. ദുഃഖങ്ങളുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്തെങ്കിൽ പിന്നെ ഭൂമിയിൽ മനുഷ്യരെ ഉണ്ടാവില്ല. അല്ല, പുറത്തെന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. പുതിയ കപ്പ് വല്ലതും കിട്ടിയിട്ടുണ്ടാവും. വാ പോവാ. ചാലഞ്ചസ് ഉണ്ടെങ്കിലല്ലേ കപ്പ് കിട്ടൂ. അല്ലടാ അബു? അതെ അതെ. പ്രിൻസിപ്പൽ ഒന്ന് കാണണ്ടേ, സ്ക്രിപ്റ്റ് അപ്രൂവൽ ചെയ്യാൻ? എന്നാ പിന്നെ ഓഫീസിലേക്ക് പോവാം. ഇതാ അല്ലേ സ്റ്റെപ്പ് ഉണ്ട്, സൂക്ഷിച്ച് കയറണം. ചാലഞ്ചസ് ഇല്ലെങ്കിൽ പിന്നെ കയറ്റത്തിന് എന്താണ് ഒരു ത്രില്ല്? ആത്മഹത്യ ചെയ്യുന്നവർ വേഷം പകർന്ന കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞുമായുന്നു. എന്നാൽ ശേഷിക്കുന്ന ജീവിതമത്രയും നീറുന്ന വേദന കടിച്ചമർത്തി ഓർത്തു കരയാൻ വിധിക്കപ്പെട്ട അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും മുത്തശ്ശി മുത്തശ്ശന്മാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഞങ്ങൾ ഈ എളിയ ചിത്രം സമർപ്പിക്കുന്നു.